വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു ചെറിയ വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ 2 കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 6:45 ഞാൻ മക്കളുടെ അടുത്തേക്കൊന്ന് പോയി നോക്കിയതാണ്. മക്കളൊക്കെ നല്ല ഉറക്കാട്ടോ. ഞാൻ ലേറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ നല്ല സുഖമായിട്ട് 2 കെട്ടിപ്പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഉറങ്ങുകയാണേ. ഒരാൾ നല്ല വിരളൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഇതാ അവിടെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ അല്ല കേട്ടോ, ഞങ്ങൾ കാപ്പിയാണ് കുടിക്കാറ്. കാപ്പിക്ക് വെള്ളം വെച്ചു. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. കാപ്പിക്കുള്ള വെള്ളത്തിലേക്ക് ഞാൻ അതേപോലെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിക്കും. നമ്മളൊക്കെ ഇവിടെ അങ്ങനെയാണ്. തിളക്കുന്നതിന് മുന്നേ തന്നെ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ അതൊരു വേറെ ടേസ്റ്റ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാത്തവർ. എന്നിട്ട് അപ്പം ഞാനതവിടെ ഞാൻ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് തിളക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ റൂമിലേക്ക് വന്നിട്ട് ഒരാളെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത്. നമ്മുടെ ചെറിയ സന്താനം എണീച്ചിട്ടുണ്ട്. അവൾ ഭയങ്കര വാശി പിടിക്കുക കേട്ടോ. എണീച്ചിട്ട് രാവിലെ തന്നെ ഇന്ന് ചീത്ത സ്വഭാവമാണ്. നല്ല സ്വഭാവമാണെങ്കിൽ വേഗം തന്നെ അവൾ എണീച്ച് വരും. ഇന്ന് വളരെ ചീത്ത സ്വഭാവമായതുകൊണ്ട് തന്നെ വാശിയാണ് അവൾക്ക്. ഭയങ്കര വാശി പിടിക്കുക കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ നോക്കുക, ഇത് അമ്മച്ചി രാവിലെ തന്നെ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്നതെന്നൊക്കെ നോക്കുക. അങ്ങനെ ഞാൻ അവളെ എടുത്തിട്ട് തോളിലിട്ടു. അവൾ ഭയങ്കര വാശിയില്ല. അപ്പം ഞാൻ മെല്ലെ ഒന്ന് ക്യാമറ അങ്ങോട്ടേക്ക് ആക്കിയപ്പോൾ അവളൊരു എക്സ്പ്രഷൻ കണ്ടോ. പിന്നെ അടുക്കളയിൽ വന്നോ മിണ്ടൊന്നും ചിരിക്കുന്നൊന്നുമില്ല. ഭയങ്കര ദേഷ്യക്കാരത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ. അപ്പോഴത്തേക്ക് ആ ടൈം ആയപ്പോഴത്തേക്ക് ഉമ്മ ഇഡ്ഡലിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മളുടെ ആൾ ഇഡ്ഡലി കഴിക്കാൻ ഇവിടെ റെഡിയായി വന്ന്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൾ സൂപ്പറായി. ക്യാമറ കണ്ടപ്പോൾ കണ്ടോ ചിരിച്ചൊക്കെ കാണിക്കുന്നത്. അടിപൊളിയായിട്ട് ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിൻ്റെ ഇവിടെ തേങ്ങ ചട്നിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. വേറെ ഒന്നുമില്ല, തേങ്ങയും ഒരു 4-5 കാന്താരി മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് അരക്കുന്നത് നമ്മൾ സാധാ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഞാൻ എരിവ് കുറച്ചത് മക്കൾക്ക് കൊടുക്കണ്ട കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്നി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ചട്നി അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിലും കുറച്ച് ചിക്കൻ കറിയുണ്ട്. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്നിക്കുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ കറി, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി കേട്ടോ. അത് ചൂടാക്കിയാൽ നമുക്ക് എരിവ് വേണ്ടവർക്ക് അത് കൂട്ടി കഴിക്കാം. മക്കൾക്ക് ചട്നിയും ആക്കി കൊടുക്കാം എന്നാണ് കരുതിയത്. അപ്പോൾ ഈ കറി ഞാനൊന്ന് ഇവിടെ ചൂടാകാൻ വെച്ചത് കേട്ടോ. ഇന്നലത്തെ കറിയല്ലേ. അപ്പോൾ ഞാനൊന്ന് അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളുടെ മൂത്ത ആൾ എണീച്ചിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയപ്പോൾ അവൾ കണ്ണ് തുറന്ന് കിടക്കുക കേട്ടോ. അപ്പോൾ കണ്ണ് തുറന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ കയ്യോടെ ആളെ പിടിച്ച് എണീപ്പിച്ച്. പിന്നെ അവൾ എണീച്ച് മോർണിംഗ് പ്രയറൊക്കെ പറഞ്ഞ് അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. മോർണിംഗ് പ്രയർ അവൾ പറയുന്നത് ഞാൻ വേറെ തന്നെ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എണീറ്റ് ആളൊന്ന് സെറ്റായി. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണം. കലങ്കോലായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണേ. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി. അപ്പോൾ അതിന് 2 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അവൾ 1 മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ 2 നിന്നാലേ വലുതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തതാണ്. അതുപോലെ അതിലേക്ക് കുറച്ച് ചട്നിയും ഇട്ട് കൊടുത്തു. ചട്നി എത്ര കിട്ടിയാലും കുടിക്കലാട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ചട്നി എന്ന് പറയുന്നത് 2 പേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാ ഞാൻ എൻ്റെ കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടി കുറച്ച് ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട്, ചട്നിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് മക്കൾ ബോളൊക്കെ എടുത്തിട്ട് അകത്തുനിന്ന് തന്നെ കളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ പുറത്ത് പോകാൻ പറ്റുന്നില്ല ആൾക്ക്. അതുകൊണ്ട് ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കിട്ടിയത് വാളമീനാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന മീനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു വെജിറ്റബിൾ കറീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ വെജിറ്റബിളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനത്തെ ഇത് രണ്ടുമാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കറി. അപ്പോൾ ഇതാ ഒരു പച്ചമാങ്ങ കിട്ടിയിട്ട് എൻ്റെ മോള് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി അവൾക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മുളക് പൊടിയും ഉപ്പും ഇട്ട് കാട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു. അപ്പോൾ ഞാനത് മുറിച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ വാശി പിടിച്ചിട്ടാണ് ഞാൻ ചെയ്ത് നോക്കുമ്പോഴോ എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് ഞാൻ തന്നെയാണ് ഇത് ഫസ്റ്റ് കഷ്ണം എടുത്ത് തിന്നത് കേട്ടോ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലല്ലേ അല്ലേ, നമുക്ക് മാങ്ങ ഇങ്ങനെ മുളകും പൊടി ഉപ്പിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അതൊരു നോക്കി നിൽക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ അല്ലേ. ഇനി ഇതാ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കറി വെക്കാം. അതിന് വേണ്ടി ഞാനൊരു 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തോനെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണയൊക്കെ തണുപ്പായതുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടിരിക്കുക കേട്ടോ. ഉരുകാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരട്ടെ. നന്നായി ചൂടായി വരുന്ന സമയം വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീൻ കറിയിൽ കടുകൊന്നും ചേർക്കാറില്ല, ഉലുവ മാത്രമാണ് ചേർക്കാറ്. അപ്പോൾ ഞാനിത് അവിടെ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ചിലവർ കാണാം മീൻ കറിയിൽ കടുകും കാര്യങ്ങളൊക്കെ ചേർക്കും. ഞങ്ങളെന്തോ അങ്ങനെയൊന്നും ചേർക്കാറില്ല. ഞങ്ങൾ ഉലുവ മാത്രമേ മീൻ കറിയിൽ ചേർക്കാറുള്ളൂ കേട്ടോ എപ്പോഴും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച സംഭവങ്ങളില്ലേ, തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ, അതൊക്കെ കൂടി ഈ ഉലുവ പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനങ്ങളെ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ, കുടംപുളിയും. എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു. അതിന് ശേഷം ഇതാ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ടോ. ഇങ്ങനെ കറി വെച്ചാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിങ്ങനെ കറി വെക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പഠിച്ചിട്ട് കറി വെച്ചിട്ടൊക്കെ ഉണ്ട്. സത്യമായിട്ടോ പറയുന്നത്, വെറുതെ പടായി അടിക്കുമെന്നല്ല. അപ്പോൾ നമ്മൾ മീൻ കറിയിലേക്ക് എല്ലാം ഇട്ടു, മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ മൂടി വയ്ക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പിടാൻ മറന്നു കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിടാൻ ആരും മറക്കരുതേ. എന്നിട്ട് നമ്മൾ അവിടെ മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മളെ വെജിറ്റബിൾ കറി വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുറിക്കാൻ നോക്കുകയാണ് കേട്ടോ. എല്ലാം മുറിച്ചിടാം. നമുക്ക് അത്ര എല്ലാ പച്ചക്കറിയൊന്നുമില്ല, എന്നാലും മത്തൻ, വെള്ളരിക്ക, മുരിങ്ങക്കായ, അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും മീൻ വറുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 കഷ്ണം എടുത്ത് മാറ്റിയതായിരുന്നു. കാരണം മക്കളങ്ങനെ കറി വെച്ചത് കഴിക്കില്ലല്ലോ. എല്ലായിടത്തെയും അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഞാനിനി അതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. മീൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാട്ടോ ഞാനിതൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ പച്ചക്കറി കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചക്കറികളും വേവിച്ചെടുത്തിട്ടുണ്ട്. വെറും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇവിടെ കറി വെച്ചാൽ മക്കൾക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെജിറ്റബിളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെക്കാറുണ്ട്. പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതുമാണല്ലോ. അപ്പോൾ മക്കൾ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകും അതേപോലെ ഇച്ചിരി ജീരകവും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്ത്. വേറെ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അരച്ചപ്പോൾ ഞാൻ കറിയിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ മീൻ പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെജിറ്റബിൾ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വെജിറ്റബിൾ കറിയിലേക്ക് കടുക് പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടുക. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കറിവേപ്പിലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നിങ്ങൾ ഇതിനേക്കാളും ടേസ്റ്റി ആക്കാം നിങ്ങൾക്ക് ഈ കറി. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ കറി അത്രയേ ഉള്ളൂ. കറി രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞിപ്പാത്തു ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, ഒരു ദിവസം തന്നെ 2-3 ജോഡി ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഇതവിടെ ക്യാമറ കണ്ടിട്ടുള്ള ആക്ഷൻസാണ് കേട്ടോ. ഇത് പല ജാതി ആക്ഷനും കോപ്രായങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓരോന്ന് കാട്ടുക കേട്ടോ. ഓരോ പൂച്ചന് മ്യാവ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഉമ്മ കൊടുക്ക്, ഒരു ഉമ്മ കൊടുക്ക്, ഇങ്ങനെ ഉമ്മ കൊടുക്ക്, ഒരു പ്ലെയിൻ ഇഷ്യൂ കൊടുക്ക്, ഉമ്മ കൊടുക്ക്. അപ്പോൾ എല്ലാവരും കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മക്കളെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചോറും അതേപോലെ തന്നെ നമ്മളെ വാളക്കറിയും വെജിറ്റബിൾ കറിയും ഒരു വാള പൊരിച്ച കഷ്ണവും പപ്പടവും ഒക്കെ കൂടിയായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാണ്. അടിപൊളി ലഞ്ചാട്ടോ. അപ്പോൾ ആരും കൊതിപ്പിക്കുന്നതൊന്നുമല്ല, ഇതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം, ഞാൻ കാണിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാവ ഉറങ്ങുകയാണ് വീണ്ടും. അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടുന്നുണ്ട്. ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാളാണല്ലോ നമ്മൾ എന്താ പറയുക, മൂത്ത കുട്ടികൾ നമ്മൾ ചെറിയ കുഞ്ഞു വാവകളാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവാട്ടോ. ഉമ്മ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, അത് നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം കൂടി ചൂടാട്ടോ. ഒന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് വേറെ കടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഉണ്ണിയപ്പം ചൂടുന്നത്. അല്ല ഇപ്പോൾ വ്ളോഗ് എടുക്കുകയല്ലേ, എന്തായാലും ഉണ്ണിയപ്പം കൂടി ചുടുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ. ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട്. നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ ചുട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഒരു വൈകുന്നേരം നല്ല അടിപൊളി മഴയും നല്ലൊരു സൂപ്പർ ചായയും ഒരു ഉണ്ണിയപ്പവും. ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളെ വ്ളോഗും ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.